ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോറും മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ആശുപത്രി വാസം എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അലീനയ്ക്കും കൃഷ്ണമൊക്കും ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് എത്തിയത് വലിയൊരു ആശ്വാസവുമാണ്. എന്നാൽ ബാലചന്ദ്രൻ വന്ന സമയത്ത് പോലും ബബിതയെ കാണുകയോ ബബിത ബാലചന്ദ്രനോട് എങ്ങനെയുണ്ട് അച്ഛ എന്നൊരു വാക്ക് പോലും ചോദിക്കാത്തത് ബാലചന്ദ്രനെ നല്ല ദേഷ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ബാലചന്ദ്രനെ കാണുമ്പോഴുള്ള ബബിതയുടെ റിയാക്ഷനും ഒക്കെ കാണുമ്പോഴേക്കും ബാലചന്ദ്രന് നല്ല ദേഷ്യം വന്നിട്ട് തന്നെ ബാലചന്ദ്രൻ ബബിതയുടെ വയറ് നിറച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയെ കുറ്റം പറഞ്ഞ് അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ബബിതയ്ക്ക് ബബിതയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉരുളയ്ക്ക് ഉപ്പേരി കണക്കിന് മറുപടി കൊടുത്തിട്ടാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത്. അലീനയുടെ മുമ്പിൽ വെച്ച് ബബിതയെ ഇൻസൾട്ട് ചെയ്ത് ബബിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അലീന ആ സമയത്ത് ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് ഹോളിൽ പോയി നിന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. അതും കൂടെ കാണുമ്പോഴേക്കും ബബിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ബബിത ഇപ്പം അമ്മയുടെ റൂമിലോട്ട് താമസം മാറിയതുകൊണ്ട് തന്നെ ഏത് സമയം ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അമലിന് മെസ്സേജ് അയച്ചും ഏത് നേരം വീഡിയോ കോൾ ചെയ്തും ഫുൾ ടൈം ബബിത അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആരുടെയും കാര്യങ്ങൾ നോക്കാനോ വീട്ടിലുള്ളവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ബബിതയ്ക്കില്ല. ആരെങ്ങനെ പോയാലും എനിക്ക് എൻ്റെ കാര്യം നടക്കണം, ആ ഒരു മൈൻഡ് സെറ്റാണ് ബബിതയ്ക്ക്. അലീനയാണ് എല്ലാത്തിനും കാരണം. അവൾ ഈ വീട്ടിൽ വന്നേ പിന്നെയാണ് ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയത്. എല്ലാവരും മാറി മാറി ഹോസ്പിറ്റലിൽ ഓരോരോ ദുരന്തങ്ങളും സംഭവിക്കുന്നത് എന്നെല്ലാം ആയിരുന്നു നമ്മുടെ ബബിത വാദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതിനെല്ലാം തന്നെ നല്ലൊരു മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ. ബാലചന്ദ്രനും അലീനയും സംസാരിക്കുന്ന സമയത്ത് പോലും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ളത് എനിക്കറിയാം. നീ ഈ വീട്ടിൽ വന്നേ പിന്നാണ് ഈ വീട് നശിച്ചു പോകാൻ തുടങ്ങിയെന്ന് ബബിതയും അതുപോലെ വൈജിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ഇത്രയും നാളും ഇതെല്ലാം കേട്ട് ക്ഷമിച്ചും സഹിച്ചും വെറും ഉണ്ടാക്കിനെ പോലെ ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞു കൂടുകയായിരുന്നു. കഴിഞ്ഞ 23 വർഷമായിട്ട് വൈജി എന്ന സ്ത്രീയുടെ ഭർത്താവായിട്ട് ഞാൻ ഈ വീട്ടിൽ കടിച്ചു വാങ്ങി നിന്നു. എൻ്റെ മൂത്ത 2 മക്കൾക്കും എപ്പോഴും അവരുടെ അമ്മയുടെ ഉപദേശങ്ങളായിരുന്നു വലുത്. അവരുടെ അമ്മ പറയുന്നതിനപ്പുറം അവരൊന്നും ചെയ്യില്ലായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം പേരിനൊരച്ഛൻ, അതായിരുന്നു ഞാൻ. എന്നാൽ ആ ഒരു അവസ്ഥയൊക്കെ മാറി മറിഞ്ഞത് നീ വന്നേ പിന്നെയാണ്. ഈ വീട്ടിൽ അവർ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങിയ നീയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് നീയാണ്. അതുകൊണ്ടാണ് അവർക്ക് നിന്നോട് ഇത്രയധികം ദേഷ്യം. ശരിക്കും നീ ഈ വീട്ടിലേക്ക് എന്തിനാണ് വന്നതെന്നും നിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെയുള്ളത് ഇപ്പം നിനക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായില്ല എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അലീന വ്യക്തതയോടുകൂടി തന്നെ മറുപടി പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. കാരണം അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതല്ലേ ഉള്ളൂ. താങ്ങാവുന്നതിലും അധികം സങ്കടം ഇപ്പം തന്നെ അച്ഛനുണ്ട്. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയും. വീണ്ടും ഇതൊരു നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ അലീന ബാലചന്ദ്രന് കൊടുക്കുന്നത്. അലീനയും കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ തന്നെ ആയി പോയേനെ, ഞാൻ പെട്ടുപോയേനെ. ഇനി അങ്ങോട്ടേക്കുള്ള കാലവും ഒരു എച്ചിൽപ്പെട്ടിയെ പോലെ കാലം തള്ളി നീക്കാൻ മാത്രമായിരിക്കും എൻ്റെ വിധി. എന്തായാലും ആ വിധിയൊക്കെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെയായിരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. എന്തായാലും ഈ കുടുംബത്തിന് നല്ലത് മാത്രം വരണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? എന്നാൽ നടക്കുന്നത് നേരെ തിരിച്ചു. എല്ലാം ദൈവത്തിൻ്റെ ഓരോരോ കളികളാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ എന്തായി തീരും, എങ്ങനെയായി തീരും ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്തൊക്കെ ചെയ്യണം, എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ പറയുകയാണ് അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എനിക്ക് വിട്ടേരെ, ഞാനെല്ലാം ചെയ്തോളാം. അച്ഛനിപ്പോൾ ആവശ്യം റെസ്റ്റാണ്. അതുകൊണ്ട് അച്ഛൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. എന്തായാലും ഇപ്പം അച്ഛൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്ക്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അടുത്തത് എന്താണെന്നല്ലേ അച്ഛൻ നമുക്ക് നോക്കേണ്ടത്, അത് നമുക്ക് നോക്കാം എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് തന്നെയാണ് കേട്ടോ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് കൃഷ്ണമോൾ ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് വൈജയെ വിളിച്ച കാര്യങ്ങളൊക്കെ. അമ്മയുടെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാച്ചാ ഞാൻ വിളിച്ചത്. എന്നാൽ അമ്മയുടെ മനസ്സിൽ ഒരു മാറ്റമില്ല. അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അലിന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് അമ്മ തീരുമാനിച്ചേക്കുന്നത്. എന്നിട്ട് വേറെ വീടെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറാനാണ് അമ്മ തീരുമാനിച്ചേക്കുന്നതെന്ന് പറയുക കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ എന്താ മോളെ ഇപ്പോഴാണ് അച്ഛനോട് ഇതൊക്കെ പറയുന്നത്? അച്ഛൻ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അച്ഛനിപ്പോൾ മനസ്സിന് സമാധാനമാണ്, സ്വസ്ഥതയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്യില്ല. അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാമല്ലോ. പിന്നെ അങ്കിളുമാരും അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ബാലചന്ദ്രൻ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് തന്നെ അലീന അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ബബിതയ്ക്ക് ഒരു കൂസലും ഇല്ലാതെ ബബിത റൂമിൽ കയറി ഇരുന്നുകൊണ്ട് അമലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറി കിടക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ ആകെ ഒരു സമാധാന സ്വസ്ഥതയില്ലാതെ തന്നെ റൂമിൽ കിടക്കുകയാണ്. എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ.
രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവനെ എങ്ങനെ ഇനി പുറത്തിറക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് താഴെ അലീനയും കൃഷ്ണമോളും കൂടി ബബിതയുടെ കാര്യങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിത ഇന്ന് അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബബിതേച്ചി ഇങ്ങനെ വിട്ടിട്ട് ഒരു കാര്യമില്ല ചേച്ചി, ബബിതേച്ചി ഒന്ന് നിലയ്ക്ക് നിർത്തണം. ബബിതേച്ചിക്ക് ഇപ്പോൾ അഹങ്കാരം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു കൂസലുമില്ലാതെ ഏത് നേരവും ആ മുടിയനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചേച്ചി. എപ്പോഴും ഫോണിൽ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇപ്പോൾ അമ്മയുടെ റൂമിലോട്ട് താമസം മാറിയത്. അവിടെ ആകുമ്പോൾ പിന്നെ ആരെയും നോക്കണ്ടല്ലോ, എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാമല്ലോ, എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് താമസം മാറിയത്. എന്തായാലും കോളേജിൽ പോകണമെന്നോ പഠിക്കണമെന്നോ നല്ല നിലയിൽ എത്തണം, നല്ല ജോലി മേടിക്കണം എന്നൊന്നും നമുക്ക് ഭവിതേശിക്കില്ല. ഏതു നേരം ആ മുടിയൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മാത്രം മതി. ഇതൊക്കെ എന്തായി തീരുമെന്ന് ഓർക്കുമ്പം എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. രോഹിത്തേട്ടൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ. പല പ്രാവശ്യം അച്ഛനും ചേച്ചിയൊക്കെ ഉപദേശിച്ചല്ലേ രോഹിത്തേട്ടനെ ഹരിയുമായിട്ട് കൂട്ടുകൂടരുത്, ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്, അത് വലിയൊരു ആപത്താവും എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഹരിയേട്ടൻ്റെ കൂടെ കൂടി ഇപ്പം ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല രോഹിത്തേട്ടന്. എന്നിട്ട് പോലും ഈ ബബിതേച്ചി എന്താ ചേച്ചി അങ്ങനൊന്നും ചിന്തിക്കാത്തത്? അമ്മ ഹോസ്പിറ്റലിൽ, അച്ഛൻ ഹോസ്പിറ്റലിൽ, ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ, എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ആ മുടിയനെ വിളിച്ച് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു? വല്ലാത്തൊരു മനസ്സാ ബബിതേച്ചിക്ക്. ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല, ആരോടും ഒരു സ്നേഹവും ഇല്ല. ഇങ്ങനെ പോയാൽ ബബിതേച്ചിയുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ തന്നെ അലീനയോട് പറയാട്ടോ കൃഷ്ണമോള്. ആ സമയത്ത് അലീനയും പറയുന്നുണ്ട്, മോളെ നമ്മൾ ഉപദേശിക്കാവുന്നതിന് പരമാവധി ഉപദേശിക്കുന്നില്ലേ, അവളോട് എന്ത് പറഞ്ഞാലും അവൾ കടിച്ചു കയറാനല്ലേ വരുന്നത്. ആ മുടിയനുമായിട്ട് ഇവൾ കറങ്ങി നടക്കുന്നതും ഫോൺ വിളിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതും എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? അമ്മയോട് പറയാൻ പറ്റുമോ? അച്ഛനോട് പറയാൻ പറ്റിയ സാഹചര്യമാണോ ഇപ്പോൾ? അച്ഛൻ അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ തകർന്നിരിക്കുക. മോളെ, ബബിതയെ നമ്മൾ എത്ര തവണ ഉപദേശിച്ചതാ, അവളോട് ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര തവണ പറഞ്ഞു കൊടുത്തതാ. അതൊക്കെ കേൾക്കാൻ അവൾ മനസ്സ് പോലും കാണിക്കുന്നില്ല. എന്ത് പറഞ്ഞു എന്നാലും അവൾ നമ്മളോട് ദേഷ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അവളോട് നമ്മൾ എങ്ങനെ പറയാനാ? ഓരോ ദിവസം ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്ന എല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ബബിത നമ്മുടെ കൈവിട്ട് പോയി മോളെ. ഇനി നമ്മൾ അവളോട് പറഞ്ഞാലൊന്നും അവൾ അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവൾ അവളുടെ രീതിക്ക് മുന്നോട്ട് പോവുകയുള്ളൂ എന്നിങ്ങനെ നമ്മുടെ അലീന പറയുമ്പോഴേക്കും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നും പറഞ്ഞ ചേച്ചിയെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ബബിതേച്ചി വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിയാൽ അതിനെ അച്ഛനെ സഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അച്ഛനിപ്പം ആകെ തളർന്നിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ബബിതേച്ചിയും കൂടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതല്ല ചേച്ചി എന്നിങ്ങനെ ചോദിക്കാട്ടോ. മോളെ, അച്ഛനിപ്പോൾ ആകെ തകർന്നിരിക്കുക. അറിയാവല്ലോ കാര്യങ്ങളൊക്കെ. രോഗത്തിന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയുള്ളത് അച്ഛനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനകത്ത് നീറി പുകയുക. എനിക്കറിയാം, ആ കണ്ണിൻ്റെ വിഷമം കാണുമ്പോൾ തന്നെ എനിക്കറിയാം. അച്ഛൻ ചേച്ചി വീട്ടിൽ വരുമ്പം ബബിതയുടെ കാര്യം പറയണമെന്നൊക്കെ ഞാൻ ഓർത്തിരുന്നതാ. പക്ഷേ അച്ഛൻ്റെ മാനസികാവസ്ഥ മനസ്സിലായപ്പം ഞാനത് പറയാഞ്ഞതാ. എന്തായാലും മോളിപ്പോൾ അച്ഛനോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട. ആ മനസ്സിനിപ്പം സ്വസ്ഥതയും സമാധാനവുമാണ് വേണ്ടത്. ബബിതയോട് നമുക്ക് നാളെ ഒന്നും കൂടെ സംസാരിച്ച് നോക്കാം. എന്നിട്ടും അവൾ അടങ്ങി പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാമെന്നൊക്കെ തന്നെ കൃഷ്ണമോളെ വന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അലീന. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, എങ്ങനെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയും ചേച്ചി? അമ്മയെ ഫോൺ വിളിച്ചപ്പോൾ അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാതെ അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ മാത്രം കാര്യങ്ങളൊക്കെ ശരിയാകുമോ? കാര്യങ്ങൾ പിന്നെയും വഷളാകുകയല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയും വഴക്കുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും? എനിക്ക് ആകെപ്പാട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചേച്ചി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞോട് തന്നെ കൃഷ്ണമോൾ അങ്ങ് കരയുകയാണ് കേട്ടോ. കൃഷ്ണമോളുടെ സങ്കടം കാണുമ്പം അലീനയ്ക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ അലീനയ്ക്കും കൂടെ കരയാൻ പറ്റില്ലല്ലോ. അലീന എന്തായാലും കൃഷ്ണമോളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് തന്നെ രണ്ടുപേരും കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അലീന കൃത്യമായിട്ട് ബാലചന്ദ്രന് കോഫിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മനു വരുന്നത്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് മനു അങ്ങോട്ടേക്ക് ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും കാണാൻ വന്നില്ലെങ്കിൽ മോശമില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് മനു അങ്ങോട്ടേക്ക് വരുന്നതും. മനു വരുമ്പോഴേക്കും തന്നെ അലീന മനുവിന് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മനു ചായ കുടിക്കുന്ന സമയത്ത് തന്നെ അലീന പറയുന്നുണ്ട്, മനുവേട്ടനെ ഞാനൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു, എനിക്ക് മനുവേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മനുവിനോട് കൃഷ്ണമോളോട് വൈജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ മേഡം ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനുമായിട്ടുള്ള ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സൊക്കെ മേഡം നോക്കിക്കൊണ്ടിരിക്കുക. ഫാമിലി കോർട്ടിലെ വക്കീലുമായിട്ടൊക്കെ മേഡം സംസാരിച്ച് വെച്ചിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിലും മേഡം അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മനുവേട്ടനെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് വന്നാലും ഇവർ തമ്മിലൊരു ഡിവോഴ്സ് നടക്കാൻ പാടില്ല. ഡിവോഴ്സ് നടന്നാൽ ഈ കുടുംബം ആകെ തകർന്ന് തരിപ്പണമായി പോകും.
പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അതുകൊണ്ട് വൈജയന്തി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് മനു പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്ന് തന്നെ പറയുക കേട്ടോ. കൃഷ്ണമോളും ബബിതയും സ്ട്രോങ് ആയിട്ട് നിന്നാൽ ആൻറ്റിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻറ്റിയുടെ മനസ്സ് മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ബബിതയും കൃഷ്ണമോളും അങ്കിളിൻ്റെ കൂടെ നിൽക്കണം. എങ്കിലേ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നും ഇല്ല എന്നൊക്കെ തന്നെ നമ്മുടെ മനു ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കും മനുവേട്ടാ? ഇന്നലെ തന്നെ ബബിതയെ അച്ഛൻ കുറേ ഉപദേശിച്ചു. ബബിതയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവൾ ഏതു നേരവും മുറി അടച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കുക. എപ്പോഴും അവൾ ഫോണിനകത്ത് അവൾക്ക് പഠിക്കണമെന്നോ നല്ല ജോലി മേടിക്കണമെന്നോ നല്ല നിലയിൽ എത്തണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ അവളൊരു പയ്യനുമായിട്ട് അടുപ്പത്തിലുമാണെന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ മനുവിൻ്റെ അടുത്ത്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, പയ്യനുമായിട്ട് അടുപ്പത്തിലോ? ആരുമായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് അമലെന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ബബിത ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുക. മനുവിന് വലിയ ഷോക്കൊന്നും ആവുന്നില്ല കേട്ടോ. കാരണം മനു നേരത്തെ തന്നെ പോലീസുകാർ പറഞ്ഞപ്പോൾ അറിഞ്ഞതാണ്. ഹരിയുടെ ഫോണിൽ ബബിതയുടെയും അതുപോലെ ആ പയ്യൻ്റെയും കൂടെ വീഡിയോ ആണല്ലോ മനുവിനെ കാണിച്ചു കൊടുത്തത്. എന്തായാലും മനുവിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ ഒന്നും അറിഞ്ഞ മട്ടിൽ അലീനയോട് സംസാരിക്കുന്നില്ല. അപ്പോൾ അലീന തന്നെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് പാലാരിവട്ടത്ത് പോയി വന്നപ്പോഴേക്കും തന്നെ ബബിതയുടെ കൂടെ അമലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നത്. അതുപോലെ അവൾ ഏതു നേരം ഫോണിലാണ്. ഇവർ തമ്മിൽ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. അവൻ വിളിക്കുന്നിടത്തെല്ലാം ഇവള് പോകാറുമുണ്ട്. അവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പം രോഹിത്തിൻ്റെ കാര്യത്തിന് നോക്കിക്കേ, എത്ര തവണ അവനെ ഉപദേശിച്ചതാ, എന്നിട്ടും അവൻ ഇതുപോലെ ഒരു ഊരാക്കുടുക്കി തന്നെ ചെയ്ത് പെട്ടില്ലേ. അതുപോലെ ബബിതയോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇതുപോലെ എത്ര സംഭവങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. ആ മുടിയനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ആ മുടിയനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ തേനീച്ചക്കൂട് പോലെ മുടിയും വളർത്തി വെച്ച് അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പാകും. അവനെയൊക്കെ ഇവൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അവനും ഇവളും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് മനുവേട്ട. അത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ല. അച്ഛനത് താങ്ങാനാവില്ല. ഇപ്പം തന്നെ അച്ഛൻ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുക. ഞാൻ എൻ്റെതായ രീതിക്ക് ബബിതയെ ഒരുപാട് ഉപദേശിച്ചു. അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുമോ? എല്ലാം ഒരു പുച്ഛഭാവത്തോടെ അവൾ തള്ളിക്കളയുകയായിരുന്നു. നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലടി എന്ന് പറഞ്ഞ് അവൾ നടക്കുന്നത്. ഇനി അവളെ ഞാൻ എങ്ങനെ ഉപദേശിക്കാനാ, എങ്ങനെ പറഞ്ഞ് നേരെയാക്കാനാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയുക കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ഇതിനിടയിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, എന്നിട്ട് ഒരിക്കൽ പോലും നീ ബബിതയുടെ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇതെങ്ങനെ പറഞ്ഞു നടക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി പോവുകയല്ലേ മനുവേട്ടാ. പിന്നെ കൃഷ്ണമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കുവാ. കാരണം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അച്ഛനതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ അതേ പാതയിലേക്കാണ് മോള് പോകുന്നതെന്ന് അച്ഛൻ പറയാതെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പഠിപ്പും കോളേജിൽ പോക്കും എല്ലാം നിർത്തിക്കളയും അച്ഛൻ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരിക്കുന്നതെന്ന് പറയുക. എന്തായാലും ഞാനൊന്ന് ബബിതയെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബബിതയുടെ അടുത്തേക്ക് കയറി ചെല്ലുക കേട്ടോ മനു. അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ബബിത വലിയ മൈൻഡൊന്നുമില്ല. ഒരു പുച്ഛഭാവത്തോടെ തന്നെയാണ് മനുവിനെ കാണുന്നത്. മനുവിന് എന്തായാലും അങ്ങനെ വിട്ടേച്ച് പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഉപദേശിക്കാനായിട്ട് കയറി വന്നതല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറയാൻ തീരുമാനിക്കുകയാണ് മനു. അമ്മ ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് നീ കൂട്ടി നിൽക്കരുത്, നീ അച്ഛൻ്റെ കൂടെ നിൽക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബബിത ഒട്ടും സമ്മതിക്കുന്നില്ല. ബബിത പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുകയുള്ളൂ, അമ്മയുടെ ഭാഗത്താണ് ന്യായമുള്ളത്, അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുക. അങ്ങനെ ബബിത അടുക്കുകയായിരുന്നു. അങ്ങനെ ബബിത ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് മനസ്സിലാവുമ്പോഴേക്കും ബബിതയോടായിട്ട് തന്നെ നമ്മുടെ ബബിതയോടായിട്ട് മനു പറയുന്നുണ്ട്, നിൻ്റെ കാര്യങ്ങളും എനിക്കറിയാം. അമ്മലെന്ന് പറയുന്ന അവനെ നീ വീട്ടിൽ വിളിച്ച് വരുത്തിയതും അതുപോലെ അവനുമായിട്ട് ഇപ്പോഴും നീ പുറത്തു പോകുന്നുണ്ടെന്നുള്ളതും അതുപോലെ അവനുമായിട്ട് നീ പലയിടത്തും പോയിട്ടുണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള വഴിവിട്ട ബന്ധം എല്ലാം എനിക്കറിയാം. അതൊന്നും ഞാനിവിടെ പറയാൻ നിൽക്കുന്നില്ല. ഇപ്പം നീ ചെയ്യുന്ന പോലെ ഒരു തെറ്റ് തന്നെയാണ് നിൻ്റെ അമ്മയും ചെയ്തേക്കുന്നത്. 23 വർഷം മുമ്പ് നിൻ്റെ അമ്മയെ അതുപോലെ ഒരു തെറ്റ് ചെയ്തു. അതൊക്കെ അറിഞ്ഞിട്ടാണ് നിൻ്റെ അമ്മയോട് ഇപ്പം അച്ഛൻ ഇത്രയും വെറുപ്പ് കാണിക്കുന്നത്, ദേഷ്യം കാണിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് സ്വന്തം ഭാഗത്ത് തെറ്റ് തീർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് അതിലപ്പുറം ധിക്കാരവും അഹങ്കാരവും വാശിയുമാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലാണ് വൈജയന്തി ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ അച്ഛനെ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത്. അമ്മയുടെ അതേ വഴിക്ക് തന്നെയാണോ മോളുടെയും പോക്ക് എന്നൊക്കെ ചോദിച്ച് ബബിതയെ ഉത്തരം മുട്ടിച്ച് നിർത്തുകയാണ് മനു. അവസാനം എന്തായാലും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ മനു പറയുന്നുണ്ട്, അന്ന് കൊല്ലപ്പള്ളി വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഹരിയുടെ ഫോണിൽ നീയും അവനും തമ്മിലുള്ള എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഫോൺ അന്ന് നീ പൊട്ടിച്ചെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ആ വീഡിയോ അവൻ്റെ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ആ വീഡിയോ അവൻ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരുടെ കയ്യിൽ ആ വീഡിയോ ഒക്കെ ഉണ്ട്. അതെങ്ങാണ്ട് ലീക്കൗട്ടായാൽ നിന്റെ കഥ കഴിഞ്ഞ തന്നെയാ മോളെ. ലീക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുവരെയേ ഉള്ളൂ നിന്റെ ഈ അഹങ്കാരവും നിന്റെ ഈ ദേഷ്യവും വാശിയും ഒക്കെ. അതറിഞ്ഞാൽ പിന്നെ നീ നിന്റെ അമ്മയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളേ? നിന്റെ പഠിത്തവും കോളേജിൽ പോക്കും എല്ലാം അവസാനിക്കും. നിന്റെ ജീവിതം തന്നെ സ്പോയിലാകും.
അതുകൊണ്ട് നീ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാ. അമ്മയുടെ കൂടെ നിൽക്കണോ അച്ഛൻ്റെ കൂടെ നിൽക്കണോ എന്നൊക്കെ ഉള്ളത് നീ തന്നെ ചിന്തിക്കേ. അതുപോലെ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ചേക്കണം. ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുകയില്ല. സർവ്വനാശത്തിലേക്കായിരിക്കും നിന്റെ പോക്ക് എന്നൊക്കെ പറഞ്ഞ് ബബിതയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ മനു അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കയറി ബാലചന്ദ്രനോടൊന്ന് സംസാരിച്ച് എല്ലാം ഒന്ന് സമാധാനിപ്പിച്ചിട്ട് രോഹിതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അന്നേരം കൊല്ലപ്പള്ളിയിലെ അച്ഛനും കൊച്ചച്ഛനും കൂടിയിട്ട് കുറേ പരിശ്രമിക്കുന്നുണ്ട്. എങ്ങും ഒരു വഴിയും കാണുന്നില്ല. എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ അടച്ചിട്ടിരിക്കുക. അതുപോലെ തന്നെ പോലീസുകാരുടെയും വനിതാ കമ്മീഷന്റെയും മഹിളാ കമ്മിറ്റിയിലുള്ളവരും എല്ലാവരും തന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് അവരെ ഒന്ന് പോയി കാണാനോ ഒന്നും തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങോട്ടേക്ക് ചെന്നാൽ വലിച്ചു കയറാൻ സജ്ജമായിട്ടിരിക്കുക ജനങ്ങളെല്ലാവരും. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു വഴിയും കാണുന്നില്ല അങ്കിളെ. എന്തായാലും കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ. ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങും. അന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ജയിലിൽ പോലീസുകാർ ഇവരെ അടിക്കുകയോ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ എന്നൊക്കെ തന്നെ ആശങ്കയോടെ ചോദിക്കാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛനും കൊച്ചച്ഛനും കൂടെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നൊക്കെ ഓർത്ത് നമുക്ക് ആശ്വസിക്കാം. അല്ലെങ്കിൽ തന്നെ പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റാണോ അവർ ചെയ്തത്? ഒരു പെൺകൊച്ചിൻ്റെ ജീവിതമല്ലേ അവർ ഇല്ലാതാക്കിയത്. അങ്ങനെയുള്ളവർ കുറച്ച് നാൾ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ തന്നെ മനു പറയുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ മനു. എന്നാലും ഞാനൊരു അച്ഛനായി പോയില്ലേ. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പം സ്വന്തം മകൻ്റെ ജീവിതമല്ലേ വലുത്. അവൻ്റെ ഭാവി തന്നെ ഇല്ലാതായി പോയില്ലേ എന്നോർത്ത് എൻ്റെ ഉള്ളു കിടന്ന് പിടയ്ക്കാന്നൊക്കെ പറയാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട് അങ്കിൾ ഇങ്ങനെ പറയുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കും ഒരച്ഛനും അമ്മയും ഇല്ലേ. അവരും എത്രത്തോളം വിഷമിക്കുന്നുണ്ടാകും. അവരുടെ മോളുടെ ജീവിതം ഇല്ലാതായി പോയതോർത്ത് അവരെത്രത്തോളം ശപിക്കുന്നുണ്ടാകും ഇവരെ. നമ്മൾ അതും കൂടെ നോക്കണ്ടേ അങ്കിളെ. എന്തായാലും നമ്മുടെ ബബിതയുടെയോ അല്ലെങ്കിൽ കൃഷ്ണമോളുടെയൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി തന്നെയല്ലേ അതും. നാളെ പഠിച്ചു വലുതായി നല്ലൊരു ജോലി മേടിച്ച് നല്ല നിലയിൽ ജീവിക്കേണ്ട ഒരു പെൺകുട്ടി അല്ലായിരുന്നോ. ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് ചിന്തി ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചില്ലേ. അതിനുള്ള ശിക്ഷയെങ്കിലും അവർ അനുഭവിക്കേണ്ട അങ്കിളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് മനു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാന്നൊക്കെ തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ. എന്തായാലും ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. 30 ദിവസം റിമാൻഡിങ് പീരീഡ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്ത് അവരെ പുറത്തിറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം മനു താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അലീനയും കൃഷ്ണമോളും അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടായിരിക്കും. മനു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ ബബിതയും കൃഷ്ണമോളും അടുത്തോട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു ബബിത ചേച്ചി എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുക. ബബിതയോട് ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സിന് അമ്മയുടെ കൂടെ നിൽക്കരുത്. നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നൊക്കെ ഞാൻ അവളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അമലുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ തന്നെ അവസാനിപ്പിച്ചോണമെന്ന് ഞാൻ അവൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവളത് അനുസരിക്കാനൊന്നും പോകുന്നില്ലെന്നുള്ളത് എനിക്കറിയാം. എന്നാലും പറയേണ്ട ഒരു കടമയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ മനു. അച്ഛൻ എന്ത് പറഞ്ഞു മനുവേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ എന്ത് പറയാനാ. പാവം ആ മനുഷ്യൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർന്നിരിക്കുക. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോട് സംസാരിക്കണം ആരെ കാണണം ഏത് വാതിലും മുട്ടണം എന്നൊന്നും അറിയാൻ വയ്യാതെ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുക. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ലല്ലോ. മനസ്സിനിച്ചിരി സ്വസ്ഥതയും സമാധാനവും കിട്ടണമെന്നുണ്ടെങ്കിലേ അത് വീട്ടിലുള്ളവരും കൂടെ വിചാരിക്കണ്ടേ. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ചിഹ്നിച്ചിതറി ഓരോരുത്തരും ഓരോ വഴിക്കാം. ആരോട് എന്ത് പറയാനാ. എന്തായാലും അങ്കിളിനെ ഞാനൊന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പള്ളിയിൽ അച്ഛനും കൊച്ചച്ഛനും കൂടി ഇവരെ പുറത്തിറക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ജയിലിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അതിന് വേണ്ടിയിട്ട് കൊച്ചച്ഛനും അച്ഛനും ഒക്കെ എന്താണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസുകാർക്ക് പൈസ കൊടുത്തോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. ഇനി എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എന്തായാലും ഇവന്മാരെ രണ്ടുപേരെയും കൊണ്ട് 2 കുടുംബമല്ലേ ഇല്ലാതായത്. ഇതൊക്കെ അനുഭവിക്കാം, അല്ലാതെ വേറെന്ത് ചെയ്യാനാ. എന്തായാലും ഞാൻ പോയേക്കുവാ എന്നും പറഞ്ഞിട്ട് തന്നെ നമ്മുടെ മനു അവിടെ നിന്ന് എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബബിതയുടെ കാര്യങ്ങളെല്ലാം കേട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ബബിതയുടെ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ആകെ പിടിവിടുകയാണ്. ബബിതയാണെങ്കിൽ ഇതൊന്നും അറിയാതെ റൂമിനകത്ത് ഇപ്പോഴും അമലിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കൃഷ്ണമോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും എങ്ങനെ ബബിതേച്ചിയെ വിട്ടാൽ പറ്റത്തില്ല. ബബിതേച്ചിയുടെ പോക്ക് അത്ര നല്ലതല്ല. രോഹിയേട്ടൻ ചെന്ന് പെട്ട പോലെ തന്നെ ബബിതേച്ചി നാളെ ഏതെങ്കിലും ഒരു ചതിയിൽ വന്ന് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബബിതേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോൾ ബാലേന്ദ്രനോട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അലീന കൃഷ്ണമോളോട് കണ്ണും കൈയൊക്കെ കാണിച്ചുകൊണ്ട് അച്ഛനെ അറിയിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കൃഷ്ണമോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ബാലചന്ദ്രനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്.
അമൽ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ബബിത പ്രേമത്തിലാണെന്നും അവർ രണ്ടുപേരും ഒന്നിച്ച് പല സ്ഥലത്ത് പോയിട്ടുണ്ടെന്നും അതുപോലെ അലീന ചേച്ചിയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസുകാർ അന്ന് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയ സമയത്തും വീട്ടിൽ ആരുമില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനോ അവനൊരു മടിയില്ല എന്നുള്ള കാര്യമൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം അലീന പറയുന്നുണ്ട്. അതുപോലെ അന്ന് പോലീസുകാർ പറഞ്ഞായിരുന്നു ബബിതേച്ചിയുടെയും ആമ്പലിൻ്റെയും എന്തോ ഒരു വീഡിയോ ഹരിയേട്ടൻ്റെ ഫോണിലുണ്ടെന്നും ഹരിയേട്ടൻ ബബിതേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് പോലീസുകാർ പറഞ്ഞായിരുന്നു വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ ആകെ അങ്ങ് തളർന്നു പോയാണ് കേട്ടോ. തൻ്റെ 2 മക്കളും ഇതുപോലെ വഴിപിഴച്ച് പോയല്ലോ എന്നോർത്തിട്ട് ബാലേന്ദ്രൻ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അലീന ഉടനെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ എന്താ മോളെ നീ പറഞ്ഞത്? അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അച്ഛന് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന് ഓർത്തിട്ടല്ലേ ഇത്രയും നാളും നമ്മളിത് മറച്ചു വെച്ചത്? എന്നിട്ട് മോൾ എന്തിനാ ഇപ്പം അച്ഛനോട് പറഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഞാനിതൊക്കെ അറിയണ്ടേ അലീന? ഒരുത്തിനിപ്പതേ വേണ്ടാത്ത പണിയും കാണിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നു. അതുപോലെ ഇനി അവളും എവിടെയെങ്കിലും ചെന്ന് ചതിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ചെയ്യുന്നേ? നാളെ ഒരു ദിവസം അവനെ വിശ്വസിച്ച് ഇവൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ഹരിയെ വിശ്വസിച്ചല്ലേ ഇതുപോലെ ഇറങ്ങി പോയത്. എന്നിട്ട് കൂട്ടുകാരും കൂടെ ചേർന്നല്ലേ ആ പെൺകുച്ചനെ പീഡിപ്പിച്ചത്. എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. നാളെ അങ്ങനെ ഒരു അവസ്ഥ ഇവക്ക് ഉണ്ടായ എന്ത് ചെയ്യും? നമ്മൾ ആരോട് പറയും? നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളേ? ഇത് എന്ത് കണ്ടിട്ടാ ഇവൾ ഇതുപോലുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വയ്ക്കുന്നേ? എന്തായാലും അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവളുടെ പഠിത്തവും അവളുടെ കോളേജിലെ പോക്കും പഠിത്തവും എല്ലാം ഞാൻ നിർത്തിക്കും. അവളെ ഞാൻ മര്യാദ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് വൈജയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ബാലേന്ദ്രൻ. കാരണം ഇപ്പം വൈജയുടെ റൂമിലാണല്ലോ നമ്മുടെ ബബിത ഇപ്പം കിടക്കുന്നതൊക്കെ. ബാലേന്ദ്രൻ കയറി ചെല്ലുമ്പം കാണുന്നത് ബബിത അമലിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ബാലചന്ദ്രൻ ഉടനെ തന്നെ ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പം അമലാണ്. അമലിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബബിത. ആരടി ഇത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ ബബിതയോട്. അപ്പം ബബിത ഒന്നും തന്നെ മിണ്ടുന്നില്ല. അലീനയും അതുപോലെ കൃഷ്ണമോളെ ഇങ്ങനെ നോക്കുകയാണ്. അവരും ആ സമയത്ത് റൂമിലേക്ക് വന്നിട്ടുണ്ട്. പിടിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ അമൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാടി? ഇത് എൻ്റെ ഒരു ഫ്രണ്ടാ അച്ഛാ എന്നിങ്ങനെ ഇതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയുമ്പോഴേക്കും എന്തിനാടി ഇവൻ ഈ രാത്രിയിൽ ഇതിൻ്റെ വീഡിയോ കോൾ ചെയ്ത് എന്നിങ്ങനെ ചോദിക്കാം. അത് പിന്നെ അച്ഛാ അത് വെറുതെ, ഞാൻ കോളേജിലേക്കൊന്നും പോയില്ലല്ലോ, അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചതാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും തന്നെ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരിക കേട്ടോ. ബാലേന്ദ്രൻ ബബിതയുടെ കാരണം തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കാണിച്ചു കൂടുന്ന തോന്നിയാസങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? നീ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയ വിവരം പോലും ഞാൻ ഇപ്പോഴാടി അറിയുന്നത്. എല്ലാവരും എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? പറയുന്ന ഒന്നും കേൾക്കാതെ തോന്നിയാസം കളിച്ച് നടന്നിട്ട് ഇപ്പോഴത്തും ജയിലിൽ പോയി കിടക്കുന്നുണ്ട്. അതേ പാതയിലേക്ക് തന്നെ പോകാനാണോ നിന്റെയും തീരുമാനം? നിന്റെ അമ്മ പറയുന്നതും കേട്ട് അവളുടെ അതേ പാതയിലേക്കാണോടി നീയും പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പല്ലുറുമിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ ബബിതയോട് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ ആകെ പിടിവിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ദേഷ്യത്തിലുമാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ബബിതയുടെ ഫോണിൽ വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഇവളും അവനും തമ്മിലുള്ള ഫോട്ടോയും അതുപോലെ അവൻ അയച്ചിരിക്കുന്ന മെസ്സേജും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങ് തകർന്നു പോവുകയാണ്. അങ്ങനെ അലീനയും കൃഷ്ണമോളും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ബാലേന്ദ്രൻ ബബിതയോട് ചോദിക്കുകയാണ് കേട്ടോ. ബബിത ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണ് അലീനയുടെ മുമ്പിൽ. ഇന്നത്തോടെ നിർത്തിക്കോ, ഇതോടെ കഴിഞ്ഞ് നിന്റെ പഠിത്തവും എല്ലാം, ഇതോടെ കഴിഞ്ഞ് നിന്റെ പഠിത്തവും കോളേജിൽ പോക്കും ഒക്കെ. ഈ വീട്ടിലിരുന്ന് ഇതുപോലൊരു അഹങ്കാരം കാണിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇവിടെ നീറിപ്പോകുന്ന മനുഷ്യൻ നടക്കുന്നത്. അതിനിടയിലാണ് ഇവൾ ഓരോന്ന് കാണിച്ചു കൂട്ടി വെക്കുന്നത്. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കട്ടെ, നിന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കട്ടേടി എന്നൊക്കെ പറഞ്ഞ് തന്നെ ബബിതയുടെ ഫോണും എടുത്തുകൊണ്ടാണ് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നത്. അലീനയും കൃഷ്ണമോളെയും നോക്കി പീഡിപ്പിക്കാനോട്ടോ ബബിത. ഇവരാണ് ഇതെല്ലാം അച്ഛനോട് പറഞ്ഞു കൊടുത്തതെന്ന് ഓർത്തോണ്ടാണ് കേട്ടോ അവരെ റൂമിനെ പുറത്താക്കിയിട്ട് കഥക് വലിച്ചടച്ച് ബബിത അകത്ത് കയറിയിരിക്കുകയാണ്. എന്തായാലും ബബിതയുടെ അഹങ്കാരത്തിനുള്ള ഒരു തിരിച്ചടി തന്നെ നമ്മുടെ ബാലേന്ദ്രൻ കൊടുത്തു. ബബിതയ്ക്ക് അലീനയോടും കൃഷ്ണമോളോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്നാൽ പോലും അവർക്ക് സങ്കടം, ഇനി എങ്ങനെ അമലിനെ വിളിക്കും, അവനെ എങ്ങനെ കാണുമെന്നൊക്കെയാണ്. എന്നാൽ ബാലചന്ദ്രൻ അലീനെ ഇങ്ങനെ കയറൂരി വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തൻ്റെ മോൾ ഇതുപോലൊരു തെറ്റ് ചെയ്തു പോയി, എന്നാലും എന്തെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ളത് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രനും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്